ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ ഓക്കെ, സോറി, റെഗുലർ അല്ല ഞാനിപ്പോൾ. ക്ഷമിക്കണം, എനിക്കറിയാം എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ദൈവം ഐ ഹോപ്പ് എനിക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു സമയവും ഇതും കണ്ടെത്താൻ ദൈവം എന്നെ സഹായിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് റീഡിങ് ഇടാതെ എനിക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. സാറില്ല. ഓക്കെ, നമുക്ക് ഈ വീക്ക് അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം നമുക്ക്. നെക്സ്റ്റ് 7 days നിങ്ങൾക്ക് എന്തായിരിക്കും ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ കിങ് ഓഫ് എയർ ആണ് ആദ്യത്തെ. ട്രാൻസ്ഫോർമേഷൻ, മാറ്റമാണല്ലോ. ഓക്കെ, നൈറ്റ് ഓഫ് ഫയർ, Ace of Fire, Ace of Cups, awesome. Very nice. Justice, Page of Pentacles, 8 of Swords, 6 of Cups, and the Empress. Okay, awesome. Star, wow. ഓക്കെ, ഓവറോൾ എനർജി വളരെ പോസിറ്റീവാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക്. പക്ഷേ ചില മാറ്റങ്ങൾ സംഭവിക്കാനും പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ വലിയ മാറ്റമായിരിക്കാം, ചെറിയ മാറ്റമായിരിക്കാം, എന്തോ ആയിരിക്കാം. ഒരു ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ടുമാറി, ലൈക്ക് അത് നിങ്ങളിൽ നിന്ന് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് കളയുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നത് മാറ്റപ്പെടും എന്ന് പറയാം. സോറി, ഞാൻ വാക്കുകൾ ഇങ്ങനെ ഇതാലേക്ക്. മാറ്റപ്പെടും എന്ന് പറയാം. അത് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റും ചില കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് പക്ഷെ നല്ലതല്ലാത്തതാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഈ കാർഡാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ഏഞ്ചൽ ഒരാളെ ഇങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ്. സോ നിങ്ങളോട് ഇവിടെ ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് തകരാൻ പോകുന്നുണ്ട്, ഈ ബിൽഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ തകരാൻ പോകുന്നുണ്ട്. ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് എന്ത് കാര്യമാവാം. അതായത് നിങ്ങളുടെ ജോലിയിലോ, നിങ്ങളുടെ ചിന്തകളോ, നിങ്ങളുടെ ഫാമിലിയിലോ എവിടെയോ ഒരു പ്രശ്നം, ഒരു നമ്മൾ പറയില്ലേ, ഒരു ബേസ് എവിടെയോ ശരിയല്ല. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കാൻ പോകുന്നു എന്നൊരു വാർണിംഗ് ആണ് ഇവിടെ പറയുന്നത്. അതിന് നിങ്ങളോട് ആദ്യമേ യൂണിവേഴ്സ് പറയുന്നത് പ്രിപ്പയർ ചെയ്യൂ. പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് ഐ തിങ്ക് ഓൾറെഡി യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങളെ യൂണിവേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇത് ഫസ്റ്റാണ് വന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി തയ്യാറാണ് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ആ മാറ്റം പക്ഷെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പല അനുഭവങ്ങളും കൊണ്ടായിരിക്കാം, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വരുമ്പോൾ അത് നിങ്ങളെ അധികം തളർത്തില്ല. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾക്ക് അതിന് വേണ്ട നോളജ്, എന്താ പറയുക, പഠിപ്പായാലും ശരി, നിങ്ങളുടെ ഒരു കഴിവ് എന്ന് പറയാം, ധൈര്യം എന്ന് പറയാം, കോൺഫിഡൻസ് എന്ന് പറയാം, എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് ഇനി പറയുന്നത് ഇനി അത് വിട്ടുകളയൂ. എന്താണോ നിങ്ങൾ മാറ്റേണ്ടത്, എന്താണോ ഉപേക്ഷിക്കേണ്ടത്, അതിന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ കട്ട് ഓഫ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവും. ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ തയ്യാറാവുന്നുണ്ടാവും. വെരി ഗുഡ്. ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ല, ന്യായം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയാൻ ചിലപ്പോൾ നിങ്ങൾ തയ്യാറാവും. അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒരു കാര്യമില്ല അവരെ കൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കാം. ചില നിങ്ങളുടെ സ്വഭാവങ്ങളായിരിക്കാം, നിങ്ങളുടെ തന്നെ ശീലങ്ങളായിരിക്കും ചിലതെന്തെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ അത് ഐ തിങ്ക് മാറാൻ നിങ്ങൾ തയ്യാറാണ് ഇവിടെ. എന്തായാലും ഒരു ന്യായം വരുന്നതായിട്ടാണ് പറയുന്നത്. ഈ ഒരു സംഭവം, ഈ സിറ്റുവേഷൻ നടക്കുന്നത് അത് നല്ലതിനാണ്. അതാണ് പറയുന്നത്. ഇവിടെ ന്യായമാണ്, ജസ്റ്റിസ് ആണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ബാക്കി എല്ലാം ഇവിടെ പോസിറ്റീവാണെന്ന്
ഓക്കെ, ഇവിടെ ഒന്നുണ്ട് എക്സ്ട്രാ. ഓക്കെ, നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഓക്കെ എനിക്ക് ചിലപ്പോൾ ഇത് വിട്ട് കളഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ എന്ന് ചിലപ്പോൾ തകർന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും ഇനി എന്നുള്ള പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത്, ബാക്കിയെല്ലാം ആക്ച്വലി കാഴ്ച പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു മാറ്റം ആവശ്യമാണ്. ബി റെഡി ഫോർ ഇറ്റ്, പ്രിപ്പയർ ഫോർ ഇറ്റ് എന്നാണ് പറയുന്നത്. ഓൾറെഡി സംഭവിക്കുന്ന ഈ 1 വീക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. സോ ഈ 1 വീക്കിൽ ഈ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളായിട്ട് തയ്യാറാവും, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ചെയ്യും എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാനുള്ള. അതും മേജർ ആർക്കാനാണ്. സോ മേജർ കാര്യമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു വലിയൊരു എന്തെങ്കിലും ഒരു കാര്യം, പക്ഷെ അത് നിങ്ങളെ അച്ചീവ്മെന്റിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരിക്കലും ഈ തകർച്ച നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട. ഈ തകർച്ച നിങ്ങൾക്കൊരു പോസിറ്റീവ്നെസ്സിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് വരുന്നു എന്ന രീതിക്കാണ്. ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളെ ആരെങ്കിലും തെറ്റായിട്ട് അക്യൂസ് ചെയ്തു, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾക്ക് ന്യായമായിട്ട് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ന്യായത്തിന് വേണ്ടി, ഐ തിങ്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഐ തിങ്ക് ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഓക്കെ, കാർഡിൻ്റെയൊക്കെ ഒരു മീനിങ് നോക്കുക. ഇവിടെ ഈ സ്വോർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അതിനെങ്ങനെ താഴ്ത്തേക്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, ജസ്റ്റിസ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഏഞ്ചൽസ് ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നുണ്ട്, ബി ബോൾഡ്. ഓക്കെ, അവർ കൂടെ, ഏഞ്ചൽസ് കൂടെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഒരു ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യൂ. എന്താണോ നിങ്ങൾ അർഹിക്കുന്നത് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾ ചെയ്തില്ലെങ്കിലും അത് വരും. ഓക്കെ, സംഭവിക്കും എന്തായാലും. ഏതെങ്കിലും ഒരു രീതിയിൽ സംഭവിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ എന്തായാലും അതിന് ശേഷം ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ജോലി വിട്ട് മാറുകയാണെങ്കിൽ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും വിട്ട് കളയുന്നു, പാസ്റ്റിൽ ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി നിങ്ങൾ വിട്ട് കളയുന്നുണ്ടെങ്കിൽ വേറെ പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, ഒരു പുതിയ സിറ്റുവേഷൻ, നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. ഇപ്പോൾ അഗൈൻ ജോലിയുടെ ഞാൻ പറഞ്ഞു ഓഫർ വരും. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഐഡിയാസ് മേ ബി നിങ്ങൾ അത് കുറച്ചുകൂടി ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന പോലെയും കാണുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് ആണ് കുറച്ച്. ഓക്കെ, ഇവിടെ ചെറിയൊരു പ്രശ്നം ഇതാണ്. അതായത് നിങ്ങൾക്ക് തോന്നുന്ന പേടിയുണ്ട്, നിങ്ങൾക്ക് ഇനി ഇത് പോയി കഴിഞ്ഞാൽ എന്താവും, മുന്നോട്ട് എനിക്ക് നല്ലത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു പേടി. എനിക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഫിയേഴ്സ് കിടക്കാം. അവനവനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യം എനിക്ക് മാറ്റാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചെറിയ ടെൻഷൻസ് ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങളെ ഒരു ബ്ലോക്കേജസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, പക്ഷേ ഇത് മൈൻഡ് ബ്ലോക്കേജസ് ആണ്. നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ മൈൻഡിൻ്റെ ആണ്. ഓക്കെ, നമ്മളുടെ നമ്മുടെ ബ്രെയിനോ നമ്മളുടെ മൈൻഡോ ആണ് അടച്ചു കിടക്കുന്നത്. ഓക്കെ, ശരിക്കും നമുക്ക് വഴികളുണ്ട് ഇല്ലേ? ഇത് ശരിക്കും ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഫ്രണ്ടിൽ 8 സ്വാഡ് ഉണ്ട്. ഓക്കെ, എവിടെയും നമ്മൾ ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐസ് നമ്മുടെ തലയിൽ വീഴും. ഓക്കെ, എല്ലാം ഓക്കെ. ബട്ട് പിന്നിലെന്താ? നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നടക്കാം അല്ലേ? പിന്തിരിഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെ ചുറ്റിപ്പോകാനുള്ള വഴി ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ അവിടെ പിന്നിൽ സണ്ണാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു പെട്ട് നിൽക്കുന്ന ശരിക്കും ഇത് ഇവിടെ ഒരു തടസ്സമുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് അത് നിങ്ങൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. സോ അത് മാറ്റിയെടുക്കുക. നിങ്ങളുടെ തന്നെ മൈൻഡിൻ്റെ തോട്ട്സ് മാറ്റിയെടുക്കുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ഏസ് ഓഫ് ഫയർ ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ്. സോ ഏസ് ഓഫ് വോൺസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് ഇത് കുറച്ച് സംഭവം വീണ്ടും വന്നിരുന്നു തോന്നുന്നു. നിങ്ങൾ എന്തോ പുതിയതായിട്ട് സ്വന്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ആക്ഷൻ എടുക്കും എന്ന രീതിക്കാണ്. ഇത് ആക്ഷൻസ് ആണ് ഇവിടെ. ഓക്കെ, ഇത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്, പക്ഷേ യൂണിവേഴ്സായിട്ട് ന്യായം ചെയ്യും നിങ്ങളോട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. ചിലത് എൻഡായി പോവും, യെസ്. ഓക്കെ, എൻഡിങ് ബട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ സന്തോഷങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നു ദൈവം, ജസ്റ്റിസ് തരുന്നു, ന്യായം തരുന്നു, എന്തെങ്കിലും പുതിയതായിട്ട് തുടക്കം തരുന്നു നിങ്ങളുടെ ലൈഫിൽ, എല്ലാം കൊണ്ടും തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 6 ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ നോസ്റ്റാൾജിയുടെ കാര്യം പറയാം. ഓക്കെ, മേ ബി ഈ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാവാം. ഓക്കെ, കാരണം അത്രയും നിങ്ങൾ മേ ബി കുറേ കാലമായിട്ട് ഓക്കെ, എന്തായാലും ഈവൻ അത് വേദന തന്നിട്ടുണ്ടെങ്കിൽ പോലും മേ ബി നമ്മൾ അവിടെ കുറേ ആയിട്ട് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം വിട്ട് കളയാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ കാണുന്നുണ്ട് എനിക്ക്. ബട്ട് ഇവിടെ അത് കഴിയുമ്പോൾ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബട്ട് ഇവിടെ എംപ്രസ് ലെവലിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അബണ്ടൻസ് ആണ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഓൺ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിലായാലും തന്നെ. ഓക്കെ, നിങ്ങൾ പുതിയ ജോലിക്ക് കയറുക, പുതിയ ജോലിയിൽ അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് മാറുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വളരുകയാണ്. എനിക്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. വളരെ നിങ്ങൾക്ക് ശരിക്കും ചിലവർക്ക് ഇവിടെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്, കുട്ടികൾ, പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഓക്കെ, മണി അബണ്ടൻസും ഉണ്ട് ഇവിടെ. ഓക്കെ, തീർച്ചയായിട്ടും. സോ ആ രീതിയിൽ. ആൻഡ് ഇവിടെ സ്റ്റാറാണ്, പ്രതീക്ഷ. ഓക്കെ, ഒരു ഹോപ്പ് എന്ന് പറയാം, നമുക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ആ ഒരു
നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബട്ട് അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഈ 1-2 മാറ്റങ്ങളാണ് ഇവിടെ. ഓക്കെ, ചില സിറ്റുവേഷൻസ് നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ടാവാം, ചില നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റേണ്ടതുണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങളിൽ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ ഈ വീക്ക് നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. നമുക്ക് ഗൈഡൻസ്, ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി, ഗൈഡൻസ് മെസ്സേജ് കൂടി എടുക്കാം. ഒരക്കൽ കാർഡ് വെച്ചിട്ട് ഒരക്കൽ മെസ്സേജസ് എന്തൊക്കെയാണ് വരുന്നത്? സോറി, 2 വന്നിട്ടുണ്ട്. ഈഗിൾ ആൻഡ് വാരിയർ. ഓക്കെ, ഒന്ന് ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ്. ഓക്കെ, നമ്മുടെ ജസ്റ്റിസ് കാർഡ് പോലെ ഇല്ലേ? ഓക്കെ, നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. ഓക്കെ, നിങ്ങൾ ന്യായമായത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവുക എന്നാണ് കാണുന്നത്. ബി ലൈക്ക് എ വാരിയർ, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, പ്രിപ്പയർ ചെയ്യുക നിങ്ങളെ തന്നെ. ട്രാൻസ്ഫോം ആൻഡ് അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഈഗിൾ പറയുന്നുണ്ട് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. നിങ്ങൾ കാര്യങ്ങളെ നല്ലോണം മനസ്സിലാക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ബിൽഡിംഗ് തകരാൻ പോകുന്നു, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. നിങ്ങൾ ഇനി ഇവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നുണ്ട് റീബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ ടവർ കാർഡിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ റീബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ തകർന്നു എന്ന് വെച്ച് അത് എൻഡായി പോയി എന്നല്ല അർത്ഥം ഒരിക്കലും. ഓക്കെ, അത് മാറ്റാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക്. നിങ്ങളെ തന്നെ മാറ്റാനായാലും സിറ്റുവേഷൻ മാറ്റാനായാലും ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, സോ ഇവിടെയും പറയുന്നത് കാര്യങ്ങളെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് റീബിൽഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. ഫാദർ സ്കൈ. ഓക്കെ, ട്രസ്റ്റ് ഇൻ ദി അൺനോൺ. ഓക്കെ, യൂണിവേഴ്സിന് മേലെ ട്രസ്റ്റ് വെക്കുക. ആക്ച്വലി യൂണിവേഴ്സ് തന്നെയാണിത്. യൂണിവേഴ്സിന് മേലെ ട്രസ്റ്റ് വെക്കുക. 2 ഈഗിൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെ ഹൈറ്റിലേക്ക് പോകാൻ സാധിക്കും എന്ന് പറയാം. വളരെ ഉയരങ്ങളിലെത്തും. നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താനുള്ള സാധിക്കും. 2 ഈഗിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കാം നിങ്ങൾ. ഓക്കെ, ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടുകയും ചെയ്യും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ വളരെയധികം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കും. സ്പിരിറ്റ് ഫോക്സ് ട്രസ്റ്റ് യുവർ ടാലൻസ് ഇൻ ചേഞ്ചിങ് ടൈംസ്. ഓക്കെ, നിങ്ങളുടെ ടാലൻസ്, നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ആ കഴിവുകളിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തോന്നും എനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജസ് ആണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കഴിവുകളെല്ലാം ഉണ്ട്. ഓക്കെ, അതിൽ ട്രസ്റ്റ് ചെയ്യൂ. ഫയർ ഗാർഡിയൻ ഇഗ്നൈറ്റ് യുവർ പാഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയാസ് വെച്ചിട്ട് ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പാഷൻ യൂസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ടാലൻസ് ആയാലും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആരോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ഞാൻ ആ തകർച്ചയുടെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് പറയുന്നുണ്ട് അവനവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതിന് ഓക്കെ, ആക്ച്വലി ഒരു വാർണിംഗ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ടവർ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ഓക്കെ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ, അവനവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ. ഹൈ പ്രീസ്റ്റസ്, ഹാർനസ് മിസ്റ്റിക് പവർ. ഓക്കെ, നിങ്ങളോട് പറയുന്ന മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക കുറച്ചുകൂടി. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളോട് പറയുന്നുണ്ട്. യെസ്, ഞാനതാ പറയുന്നത് നേരത്തെ, ഈ ടവർ വീഴാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ശരിയല്ല, ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി ശരിയാവില്ല, ആ ബിൽഡിംഗ് വീണ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടിപ്പെട്ടു പോകും. ഓക്കെ, അതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ബട്ട് അവിടെ നിങ്ങളത് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഇവിടെ പറയുന്നത് യെസ്, കേൾക്കൂ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കൂ, നിങ്ങളോട് ഓൾറെഡി ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അവിടെ തകരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണോ അവിടെ കറക്റ്റ് അല്ലാത്തത് അതാണ് തകർന്നു പോകുന്നത്. ഓക്കെ, ഇനി റീബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തൊട്ട് തന്നെ അതിന് വേണ്ടത് ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ ഇത് 2 കാർഡ് എനിക്ക് വളരെ ഇഷ്ടമായി. 2 ഈഗിൾ വന്നിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റും എന്ന രീതിക്കാണ്. അതെല്ലാ ലെവലിലും ആയിരിക്കും, എല്ലാ കാര്യത്തിലും പറയാം. സ്പിരിച്വൽ ആയിട്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ കരിയറിലൊക്കെ വളരെയധികം ഗ്രോത്ത് ആയിരിക്കാം. അബണ്ടൻസ് വരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മേ ബി അതിലൊക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു നല്ലൊരു ഹൈ പൊസിഷനിലൊക്കെ എത്താനുള്ള ഒരു അവസരമാണ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും ഈ ഒരു 1 വീക്കിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് പറയാം. സോ ബി പ്രിപ്പയർഡ്. ഓക്കെ, അതിന് തയ്യാറായിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ അവനവനെ സ്ട്രോങ് ആക്കാം. ഓക്കെ, എല്ലാം ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.